ചെന്നൈയിലെ ഷോളവാരം റേസിംഗ് ട്രാക്കിൽ കുട്ടിക്കാലത്ത് അച്ഛനോടൊപ്പം റേസിംഗ് കാണാൻ പോകുന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, തനിക്ക് ലോകമറിയുന്ന റേസർ ആവണം. കാറുകളിലും ബൈക്കിലും ട്രാക്കിൽ മിന്നൽ പിണർ പോലെ പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. അച്ഛനോട് പലതവണ അത് തുറന്നു പറയുകയും ചെയ്തു. വാഹനങ്ങൾ മാത്രമായിരുന്നു മനസ്സിൽ മുഴുവൻ. അവൻ നടക്കുമ്പോൾ പോലും താൻ കാറിലോ ബൈക്കിലോ ആണെന്ന് സങ്കല്പിക്കുമായിരുന്നു. അവൻ പിന്നീട് ഒരു സിനിമാ നടനായി. ഒപ്പം ഇന്ത്യയിലെ ടോപ്പ് 5 ഫോർമുല റേസർമാരിൽ ഒരാളായി. അവൻ്റെ സിനിമകൾ പലപ്പോഴും മികച്ച ചേസിംഗ് സീനുകൾ കൊണ്ട് സമ്പന്നമായി. അഭിനയ ജീവിതത്തിൻ്റെ 3 ആണ്ട് പിന്നിട്ട് അവനെ ആരാധകർ ഇഷ്ടത്തോടെ തല എന്ന് വിളിച്ചു. ഫാൻഡയറുടെ ഈ താൾ അയാളെക്കുറിച്ചാണ്. 30 വർഷമായി തെന്നിന്ത്യ അടക്കി വാഴുന്ന അജിത് കുമാർ എന്ന എക്കെയെക്കുറിച്ച്. സ്വാഗതം ഫാൻഡയറിയിലേക്ക്. പി സുബ്രഹ്മണ്യൻ്റെയും മോഹിനിയുടെയും 3 മക്കളിൽ രണ്ടാമനായി 1971 മെയ് 1 അജിത് കുമാറിൻ്റെ ജനനം. സുബ്രഹ്മണ്യൻ പാലക്കാട് സ്വദേശിയായിരുന്നു, മോഹിനി കൊൽക്കത്തക്കാരി. ആശാൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തിയാക്കിയ അജിത് ഇനി സ്കൂളിലേക്കില്ലെന്ന് വീട്ടിലൊരു പ്രഖ്യാപനം നടത്തി. പഠനം കഴിഞ്ഞു, എനിക്ക് മെക്കാനിക്കായാൽ മതി. 15-കാരൻ്റെ ആ പറച്ചിൽ ചില്ലറ കലാപമല്ല വീട്ടിലുണ്ടാക്കിയത്. പക്ഷേ വാഹനങ്ങളോടുള്ള അവൻ്റെ കമ്പത്തെ മറികടക്കാനുള്ള എന്തെങ്കിലും പറയാൻ ആ രക്ഷിതാക്കൾക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കുടുംബ സുഹൃത്ത് മുഖേന എൻഫീൽഡ് കമ്പനിയിൽ അജിത്തിന് അപ്രൻറ്റീസായി ജോലി ലഭിക്കുകയും മെക്കാനിക്കായി 6 മാസത്തെ പരിശീലനം നേടുകയും ചെയ്തു. മെക്കാനിക്കായ മകനെ കാണുമ്പോഴെല്ലാം സുബ്രഹ്മണ്യൻ വല്ലാതെ വിഷമിച്ചു. അങ്ങനെ അച്ഛൻ്റെ നിരന്തര ഉപദേശത്തെ തുടർന്ന് അജിത്ത് ഒരു വസ്ത്ര കയറ്റുമതി കമ്പനിയിൽ ജോലിക്ക് കയറി. പിന്നീട് കമ്പനിയുടെ ബിസിനസ് ഡെവലപ്പറായി മാറുകയും ചെയ്തു. അവിടുന്ന് രാജിവെച്ച് കൂട്ടുകാരോടൊപ്പം വസ്ത്രവിപണിയിൽ തന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യാനും തുടങ്ങി. ആ സമയത്താണ് ചില പരസ്യങ്ങളിൽ മോഡലായി അജിത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ക്യാമറയ്ക്ക് മുന്നിലേക്കുള്ള ആദ്യത്തെ വരവായിരുന്നു അത്. വെറും 15-ാം വയസ്സിൽ പഠിത്തം നിർത്തിയപ്പോഴും അവൻ്റെ മൂലധനം ആത്മവിശ്വാസവും തൻ്റെ സ്വപ്നങ്ങളും മാത്രമായിരുന്നു. 18 വയസ്സ് പൂർത്തിയായി ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയതോടെ അവൻ മത്സരയോട്ടങ്ങളിൽ അത്ഭുതം കാട്ടി. പിന്നീട് സിനിമയിലും. ബൈക്ക് റേസിൽ നിന്ന് കാർ റേസിലേക്ക് മാറി. 2003 ഫോർമുല ഏഷ്യ BMW ചാമ്പ്യൻഷിപ്പിലും 2010 ഫോർമുല 2 ചാമ്പ്യൻഷിപ്പിലും അദ്ദേഹം പങ്കെടുത്തു. പരിശീലനത്തിനിടെ പരിക്കേറ്റ് 10ലേറെ തവണ ശസ്ത്രക്രിയകൾക്ക് വിധേയനായി. ഒരിക്കൽ 1.5 വർഷത്തോളം കിടപ്പിലായി. എന്നിട്ടും ആ ഇഷ്ടത്തെ കൈവിട്ടില്ല. രാജ്യാന്തര ഫോർമുല 3 റേസിൽ പങ്കെടുത്ത 3ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് അജിത്ത്. 10ാം ക്ലാസ് പഠിപ്പ് നിർത്തിയ അജിത്തിന് ഇന്ന് വിമാനം പറപ്പിക്കാനുള്ള പൈലറ്റ് ലൈസൻസ് വരെയുണ്ട്. റേസിംഗിൽ മാത്രമല്ല, റൈഫിൾ ഷൂട്ടിങ്ങിലും അജിത്ത് സംസ്ഥാന ചാമ്പ്യനാണ്. സിനിമയിൽ അജിത്തിൻ്റെ തുടക്കം പോലും റേസിനിൽ നിന്നു പോകുന്ന വാഹനം പോലെയായിരുന്നു. 1990 എൻ വീട് എൻ കണവർ എന്ന ചിത്രത്തിൽ ഒരു സ്കൂൾ കുട്ടിയായി എത്തിയതാണ് ബിഗ് സ്ക്രീനിലേക്കുള്ള എക്കെയുടെ ആദ്യ എൻട്രി. എന്നാൽ നായകനായി തെലുങ്ക് ചിത്രമായ പ്രേമപുസ്തകത്തിലാണ് എത്തുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടിനിടെ സംവിധായകൻ ശ്രീനിവാസൻ മരിച്ചു. ഇതോടെ ചിത്രം നിന്നുപോയി. പിന്നീട് ശ്രീനിവാസൻ്റെ പിതാവ് ചിത്രം പൂർത്തിയാക്കിയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞാണ് ആ സിനിമ തിയേറ്ററിലെത്തിയത്. ഭാഗ്യമില്ലാത്ത നായകൻ എന്ന വിളിപ്പേരും അന്ന് അവിടെ കേട്ടു തുടങ്ങി അജിത്ത്. പ്രേമപുസ്തകത്തിലെ ലൊക്കേഷനിൽ വെച്ച് അജിത്തിൻ്റെ പ്രകടനം കണ്ടതോടെയാണ് തമിഴ് ചിത്രമായ അമരാവതിയിലേക്ക് അജിത്തിന് വിളിയെത്തുന്നത്. വിധിയുടെ ക്രൂരത അവിടെയുമുണ്ടായി. മോട്ടോർ സൈക്കിൾ റേസിംഗ് പരിശീലനത്തിനിടെ അജിത്തിന് അപകടമുണ്ടായി. ചെറിയ പരിക്കായിരുന്നില്ല അത്. 3 പ്രധാന ശസ്ത്രക്രിയകൾക്ക് വിധേയനായ അദ്ദേഹം 1.5 വർഷത്തോളം കിടന്ന കിടപ്പായിരുന്നു. പരിക്ക് പൂർണ്ണമായും ഭേദമായതിനു ശേഷമാണ് അദ്ദേഹം ചിത്രം പൂർത്തിയാക്കിയത്. ചിത്രീകരണം പൂർത്തിയാക്കിയപ്പോൾ അടുത്ത പ്രശ്നം. ആ സമയത്ത് അജിത്തിന് നല്ലതുപോലെ തമിഴ് ഉച്ചാരണം സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് ചിത്രത്തിന് ഡബ്ബ് ചെയ്യാനാകുമായിരുന്നില്ല. നടൻ വിക്രമാണ് അജിത്തിൻ്റെ ആദ്യ തിയേറ്ററിൽ റിലീസ് ചിത്രത്തിലെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. തൊട്ടടുത്ത മാസം ആദ്യം അഭിനയിച്ച പ്രേമപുസ്തകവും തിയേറ്ററിലെത്തി. ആദ്യ ചിത്രത്തിലെ സംവിധായകൻ്റെ മരണം, ചിത്രങ്ങളുടെ പരാജയം, ഇതോടെ അജിത്ത് ഭാഗ്യമില്ലാത്ത നടൻ എന്ന പേരാണ് ഉണ്ടാക്കിയത്. പിന്നീട് ഉടനെയൊന്നും അടുത്ത ചിത്രത്തിലേക്ക് വിളിയും വന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് മണിരത്നത്തിൻ്റെ ആസൈ സംഭവിക്കുന്നത്. ഒരു പ്രധാന നടനെന്ന നിലയിൽ വാണിജ്യപരമായി വിജയിച്ച അജിത്തിൻ്റെ ആദ്യ ചിത്രമാണ് 1995 പുറത്തിറങ്ങിയ ആസൈ. ചെന്നൈയിൽ 210 ദിവസമാണ് ഈ ചിത്രം ഓടിയത്. ബോക്സ് ഓഫീസിൽ ആസൈ മികച്ച പ്രകടനം നടത്തിയതോടെ അജിത് കുമാർ എന്ന നടൻ തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ പുതിയ താരോദയമാവുമെന്ന് പലരും അന്ന് തന്നെ വിധിയെഴുതി. അത് സത്യമാവുകയും ചെയ്തു. അടുത്തത് കല്ലൂരി വാസൽ, പിന്നെ കാതൽ കോട്ടൈ. ഇതിൽ കാതൽ കോട്ടയുടെ വലിയ വിജയം നിർമ്മാതാക്കളെയും സംവിധായകരെയും അമ്പരപ്പിച്ചു. അവർ അജിത്തിനെ വെച്ച് സിനിമ ചെയ്യാൻ മത്സരിച്ചു. അമരാവതി നടക്കുന്നത് 1993 അതിൽ വളരെ കുറഞ്ഞ പ്രതിഫലമാണ് അജിത്തിന് ലഭിക്കുന്നത്. 4 വർഷങ്ങൾക്കിപ്പുറം 1997 അമിതാഭ് ബച്ചൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് അജിത്തിനെ നായകനാക്കി സിനിമ ചെയ്യാൻ ഒപ്പിട്ടത് 50 ലക്ഷത്തിനാണ്. തീർന്നില്ല. അവിടെ നിന്നും 4 വർഷം കഴിഞ്ഞ് ആഞ്ജനയിലെത്തിയപ്പോൾ അജിത് കുമാർ എന്ന നടൻ്റെ പ്രതിഫലം 3.5 കോടിയായി. ഇന്ന് അജിത്ത് ഒരു ചിത്രത്തിനായി വാങ്ങുന്നത് 70 കോടിയാണെന്നാണ് റിപ്പോർട്ട്. 1997 മാത്രം 5 ചിത്രങ്ങളാണ് അജിത്തിൻ്റെതായി തിയേറ്ററിലെത്തിയത്. 5ഉം സാമ്പത്തികമായി വിജയം നേടിയില്ല.
പരാജയങ്ങളുടെ നീണ്ട നിര. അതിനൊരു തിരിച്ചുവരവുണ്ടാവുന്നത് 1998 ശരണിൻ്റെ കാതൽ മനൻ എന്ന ആക്ഷൻ റൊമാൻറ്റിക് കോമഡിയിലൂടെയാണ്. മറ്റൊരു വലിയ വിജയകരമായ പ്രൊജക്റ്റുമായി അജിത്തിൻ്റെ അതിഗംഭീര മടങ്ങിവരവ്. അജിത് എപ്പോഴും അങ്ങനെയാണ്. വിജയങ്ങളും പരാജയങ്ങളും മാറി മാറി വരും. റേസിംഗ് ട്രാക്ക് പോലെ പിന്നിലാണെന്ന് തോന്നും, എന്നാൽ ഒന്ന് കണ്ണടച്ച് തുറക്കും മുമ്പ് മുന്നിലേക്ക് കുതിക്കും. 1998 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ മറ്റ് 3 സിനിമകൾ ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നു. 1999 പുറത്തിറങ്ങിയ അമർക്കളം അജിത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. ലൊക്കേഷനിൽ വെച്ച് ചിത്രത്തിൽ ജോഡിയായി എത്തിയ ശാലിനിയുമായി അജിത്ത് പ്രണയത്തിലായി. അവർ ജീവിതത്തിലും ജോഡിയായി. ആ കഥ ഇങ്ങനെയാണ്. അമർക്കളത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സീനിൻ്റെ ചിത്രീകരണം നടക്കുകയാണ്. നായികയുടെ കയ്യിൽ നായകൻ കത്തികൊണ്ട് മുറിവേൽപ്പിക്കുന്നതാണ് സീൻ. എന്നാൽ യഥാർത്ഥത്തിൽ കത്തികൊണ്ട് ശാലിനിയുടെ കൈ മുറിഞ്ഞു. അബദ്ധത്തിൽ സംഭവിച്ചതിൻ്റെ ഷോക്കിൽ ക്രൂ ഒന്നടങ്കം നിന്നു. അജിത്താകട്ടെ തൻ്റെ അശ്രദ്ധ കൊണ്ട് ശാലിനിയുടെ കൈ മുറിഞ്ഞല്ലോ എന്ന സങ്കടമായിരുന്നു. അജിത്തിൻ്റെ ഭയം കണ്ടതുകൊണ്ടാവാം ശാലിനി രംഗം ശാന്തമാക്കി. നല്ല വേദനയിലും സാരമില്ലെന്ന് പറഞ്ഞ് അജിത്തിനെ സമാധാനിപ്പിച്ചു. മുറിവിൽ മരുന്ന് വെച്ച് അജിത്ത് ശാലിനിയുടെ അടുത്ത് തന്നെ ഇരുന്നു. ചെറിയ കുട്ടിയെ നോക്കുന്നത് പോലെയായിരുന്നു അത്. അതാണ് പിന്നീട് പ്രണയമായി മാറിയത്. എന്നാൽ അതിനു മുമ്പിറങ്ങിയ കാതൽ മനൻ്റെ പ്രീമിയറിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങളുടെ ചുരുണ്ട മുടി കൊള്ളില്ല എന്നാണ് അജിത്ത് ശാലിനിയോട് പറഞ്ഞത്. ശാലിനിക്ക് യഥാർത്ഥത്തിൽ സങ്കടം വന്നിരുന്നു. കാതൽ മന്നലിൽ നിങ്ങളുടെ പാറിപ്പറന്നുള്ള മുടിയായിരുന്നു, അതാണ് ഭംഗിയെന്നും അജിത്ത് അതിനോട് കൂട്ടിച്ചേർത്തിരുന്നു. 2000 ഇരുവരുടെയും വിവാഹം. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരാണെങ്കിലും വിവാഹത്തിന് അതൊരു തടസ്സമേ ആയിരുന്നില്ല. മക്കളെ മതമില്ലാതെ വളർത്താനും അവർ തീരുമാനിച്ചു. അമർക്കളത്തിന് ശേഷം 2004 അജിത്ത് അട്ടഹാസം എന്ന സിനിമ ചെയ്യുന്നത്. എന്നാൽ ഷൂട്ട് തീർന്നിട്ടും സിനിമയിൽ വലിയ വിശ്വാസം അജിത്തിനുണ്ടായിരുന്നില്ല. പടം പരാജയപ്പെടുമോ എന്ന ടെൻഷനായിരുന്നു അയാളെ വല്ലാതെ അസ്വസ്ഥമാക്കിയത്. ഒരു ദിവസം അജിത്തിനെ ശാലിനി വിളിച്ചു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ താൻ അട്ടഹാസം സിനിമയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനിലാണെന്നായിരുന്നു അജിത്ത് അറിയിച്ചത്. ഉടൻ ശാലിനിയുടെ മറുപടി വന്നു. നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു, ഡബ്ബിങ്ങും നന്നായി തന്നെ പൂർത്തിയാക്കി. ഇനി ജനങ്ങളാണ് സിനിമയുടെ വിജയം തീരുമാനിക്കുക. ശാലിനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അജിത്തിന് ഏറെ ആശ്വാസമായി. അതൊരു മാറ്റമായിരുന്നു. ആ ചിത്രത്തിന് ശേഷം തൻ്റെ സിനിമകളുടെ പരാജയത്തിൽ വിഷമിക്കുകയോ വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ അജിത്ത് ചെയ്തിട്ടില്ല. പിന്നീട് തുടർ പരാജയങ്ങളിൽ നിന്ന് അയാൾ തൻ്റെ ഇടം കണ്ടെത്തി കുതിച്ച് മുന്നിലെത്തിയിട്ടുമുണ്ട്. 2006 അജിത്ത് എന്ന അഭിനേതാവിൻ്റെ ടാലൻറ്റ് പ്രേക്ഷകർ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അജിത്ത് 3 വേഷങ്ങളിലെത്തിയ വരലറിവിലൂടെയായിരുന്നു അത്. ചിത്രത്തിലെ അജിത്തിൻ്റെ പ്രകടനത്തെ ഏവരും വാഴ്ത്തി. തൊട്ടടുത്ത വർഷം ബോക്സ് ഓഫീസിനെ കുലുക്കി അയാളുടെ ഒരു വരവുണ്ടായിരുന്നു. അജിത്തിൻ്റെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ തിരുത്തി പറയിച്ച വരവ്. ബില്ല. ആക്ഷൻ ചിത്രങ്ങളിലെ പുതിയ അജിത്തിൻ്റെ പിറവിയായിരുന്നു അത്. തൻ്റെ മുൻകാല റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തിയുള്ള മുന്നേറ്റം. രജനിക്ക് ശേഷം സിനിമയ്ക്ക് പുറത്ത് തൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നതിനെ അജിത്ത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ആരാധകർക്ക് ആ നടനോട് പ്രത്യേക ഇഷ്ടവും. തൻ്റെ നരച്ച മുടിയുമായി തന്നെ അയാൾ സിനിമയ്ക്ക് അകത്തും പുറത്തും പ്രത്യക്ഷപ്പെട്ടു. ആദ്യമായി മാങ്കാത്തയിലൂടെയാണ് അജിത്ത് ആ നിറവീണ തലമുടിയുമായി എത്തുന്നത്. ചിത്രം വൻ ഹിറ്റായതോടെ ആ സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കും ഹിറ്റായി. അത് അജിത്തിൻ്റെ സ്റ്റൈലിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അയാളെ പലരും കോളിവുഡിലെ ജോർജ് ക്ലൂണി എന്ന് ഇഷ്ടത്തോടെ വിളിക്കാറുമുണ്ട്. വേതാളവും വലിമയും വീരവും വിശ്വാസവും തുനിവും, വമ്പൻ ഹിറ്റുകളും ഇടക്ക് പരാജയങ്ങളുമായി കരിയർ ഇങ്ങനെ കിതച്ചും കുതിച്ചും മുന്നേറുകയാണ്. അന്തർമുഖനും ആൾക്കൂട്ടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളുമായി അജിത്ത് മാറിയിട്ട് വർഷങ്ങളായി. സ്വന്തം ചിത്രങ്ങളുടെ പ്രൊമോഷൻ പരിപാടികൾ പങ്കെടുക്കുന്നത് തന്നെ അപൂർവമാണ്. താൻ പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതിനാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് നിർത്തുകയാണെന്ന് ഒരു പതിറ്റാണ്ട് മുൻപേ അജിത്ത് പ്രഖ്യാപിച്ചിരുന്നു. 2011 ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിട്ട് തെന്നിന്ത്യയെ ഞെട്ടിച്ചു. നിങ്ങളെൻ്റെ ആരാധകരായി നടന്നും സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചും സമയം കളയരുത്. ആ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. അത് തിയേറ്ററിലെത്തുമ്പോൾ കാണുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലികളിലേക്ക് തിരിച്ചു പോവുക. തന്നെ തല എന്ന് വിളിക്കരുതെന്നും അജിത്ത് പറയുന്നുണ്ട്. അതൊരു നിലപാടായിരുന്നു. താൻ ജോലി ചെയ്യുന്ന വലിയ ഇൻഡസ്ട്രിയിലെ വിവേചനം അജിത്തിനെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സെറ്റിലെത്തുന്ന ലൈറ്റ് ബോയോട് പോലും അടുത്തു പോലും സംസാരിക്കാൻ അജിത്ത് സമയം കണ്ടെത്തുമായിരുന്നു. സിനിമാക്കാരെ രാഷ്ട്രീയ പരിപാടികൾക്ക് വിളിക്കരുതെന്ന് നേതാക്കന്മാരെ വേദിയിലിരുത്തി പരസ്യമായി തന്നെ പറഞ്ഞു. ഏറെ നിർബന്ധിച്ച ശേഷമാണ് അന്നത്തെ DMK സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ അജിത്ത് എത്തിയത്. അദ്ദേഹം സ്റ്റേജിൽ കയറി ധൈര്യത്തോടെ തൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ചു. രാഷ്ട്രീയക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ അഭിനേതാക്കളെ നിർബന്ധിക്കുന്നതായി അദ്ദേഹം വേദിയിലിരിക്കുന്ന കരുണാനിധിയോട് പറഞ്ഞു. 1 വർഷത്തിൽ ഒരു സിനിമ, അത് പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് അടുത്ത ചിത്രത്തിൻ്റെ ഇടവേളയിൽ അജിത്ത് ഒരു ബൈക്കോ കാറോ എടുത്ത് റെയ്ഡിന് പോകും. തിയേറ്ററിൽ താരത്തിൻ്റെ ചിത്രം ആരാധകർ ആർപ്പ് വിളികളോടെ ഏറ്റെടുക്കുമ്പോൾ ദൂരെ മലമുകളിൽ നിന്ന് റേസിംഗ് ഷൂട്ടിൽ തൻ്റെ വാഹനത്തിനരികിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അജിത്തിൻ്റെ ഒരു ചിത്രം പ്രത്യക്ഷപ്പെടും. ആരാധകരുടെ വേദനകളെയും എല്ലാം കൈവിട്ടുപോയ സാധാരണ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ അജിത്ത് ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അതൊന്നും പബ്ലിസിറ്റിക്കായി അദ്ദേഹം ഉപയോഗിക്കാറുമില്ല. ചെന്നൈയിലെ പ്രളയവേളയിൽ സ്വന്തം വീട് ദുരിതബാധിതർക്കായി അദ്ദേഹം തുറന്നുകൊടുത്തത് സമാനതകളില്ലാത്ത മറ്റൊരു കാഴ്ചയായിരുന്നു. വീഴ്ചകളിൽ നിന്ന് ഉയർന്നു വരുന്നിടത്താണ് അജിത്ത് എന്ന നടൻ്റെ കോൺഫിഡൻസ് മനസ്സിലാക്കേണ്ടത്. റേസിംഗ് പോലെയാണത്. ആത്മവിശ്വാസം നിറച്ച് ഒറ്റ കുതിപ്പ്, മുന്നോട്ട് എന്നിട്ടൊരു ചിരിയുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ സീനിലെ ചിരിയില്ലേ, അതുപോലെ ഒന്ന്.